ഹലോ ഗായ്സ്, അമ്മച്ചിയും കൊച്ചുമക്കളുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഹ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 7ന്റെ ഫിനാലെ നടക്കുവാണ്. അത് ഇന്ന് തന്നെ. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രഡിക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ബിഗ് ബോസിലെ ഏറ്റവും വലിയൊരു ഫാനാണ് എൻ്റെ മമ്മി. അതായത് അമ്മച്ചിയും കൊച്ചുമക്കളിലെ അമ്മച്ചി ആയ എൻ്റെ മമ്മി ബിഗ് ബോസിലെ ഭയങ്കര ഫാനാണ്. അപ്പോൾ എപ്പോൾ ഞാൻ വീട്ടിൽ കയറി വന്നാലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചയും ഒക്കെ ആയിരിക്കും. അപ്പം വീട് നിറയെ ബിഗ് ബോസിന്റെ ഒച്ചയായിരിക്കും. ഓക്കെ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് മമ്മിയോട് ചോദിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഫിനാലയിലുള്ള ഇപ്പം നിലവിലുള്ള 4 കണ്ടസ്റ്റൻസ് ആണ് അനീഷ് ടി എ, അക്ബർ ഖാൻ, ഷാനവാസ് ഷാനു, പിന്നെ നെവിൻ കപ്രീസിയസ്. അല്ലേ ഉമ്മി? ആ, ഇവര് അഞ്ച് അഞ്ച് പേരുണ്ട്. ആ, അഞ്ച് 5 പേര് പേരുണ്ടോ? അഞ്ച് ഓക്കെ. പേരില് അനീഷ്, ആ, പിന്നെ ആരാണ് നമ്മുടെ അനുമോള്. ആ അനുമോളെ ഞാൻ വിട്ടുപോയി. ആ സോറി അനുമോളെ സോറി. വിടല്ലേ, അനുമോളെ വിടല്ലേ. അനുമോള്, ആ, ഷാനവാസ്, ആ, നമ്മുടെ നിവിൻ, ഉം. പിന്നെ ആരാണ് അക്ബർ. അക്ബർ. അപ്പൊ അങ്ങനെ 5 പേര്. ക്ഷമിക്കണം. അപ്പൊ 5 പേരുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ. ട്രൂ പക്ക ഫാനാണ്. ഏഹ് അപ്പൊ അതിലൊരു പ്രധാന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ അനുമോൾ എന്ന് പറഞ്ഞ ഒരാളെ അത് നമുക്ക് ഇനി പിന്നെ അറിയാം. നമുക്ക് വഴിയെ മനസ്സിലാക്കും. അപ്പൊ മമ്മിയോട് ഞാനൊരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മമ്മി, ഈ ബിഗ് ബോസ് സീസൺ 7ല് മമ്മിക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്? ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അനുമോളോടാണ്. ഞാൻ പറഞ്ഞില്ല. ആ, അനുമോള്. അനുമോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുട്ടിയാണ്. എന്താ വെച്ചാൽ ആരോടും എന്താ പറയുക, പിണങ്ങാൻ വഴക്കിടാൻ ആ കുട്ടിക്ക് കഴിയില്ല. എല്ലാവരോടും പോയി സ്നേഹത്തോടെ സംസാരിക്കാറുള്ളൂ. പിന്നെ സങ്കടം വരുമ്പം പെൺകുട്ടി അത് കരയും. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ, പിന്നെ നമ്മുടെ എന്താണ് കുങ്കുമപ്പൂവിലെ നമ്മുടെ രുദ്രൻ, ഷാനവാസ്, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ആ, കുങ്കുമപ്പൂ സീരിയൽ ഞാൻ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരുന്നതാണ്. ഷാനവാസിന്റെ അഭിനയം സൂപ്പറാണ്. പിന്നെ പിന്നെ ആരാണ് അനീഷ്. അനീഷ് നമ്മുടെ ഇതിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു അനീഷ്. അപ്പൊ ആ വന്നിട്ടുള്ള ആ നടപ്പും എടുപ്പും എല്ലാം ഒരു ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് അനീഷിനോട് എന്ന് വെച്ചാൽ ഒരു വാക്ക് തന്നെ അത് തന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താ അതൊരു ആവർത്തന വിരസതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ, ആളൊരു ജെന്യൂൻ ആണ്. മറ്റേ കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ആ അതാണോ? ആ അതാണ്. ഓ, ഞാൻ കണ്ടു 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 അത് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഒരു ഇത് തോന്നും. പക്ഷെ ആള് വെറും ഇന്നസെന്റ് ആണെന്ന് മനസ്സിലായി. അത് പല പല സന്ദർഭങ്ങളിലും അനീഷ് അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ആരാ നമ്മുടെ ഷാനവാസും അനീഷും കൂടെ എന്തൊരു കൂട്ടുകെട്ടാണെന്നറിയോ. അത് ഞാൻ പലവട്ടം കണ്ട് ഞാൻ തന്നെ ചിരിച്ചു പോയിട്ടുണ്ട് അവരുടെ ആ വർത്തമാനവും എല്ലാം. അങ്ങനെ പിന്നെ പിന്നെ ആരാണ് അക്ബർ. അക്ബർ ഒരു കുറുക്കന്മാനാണ് കേട്ടോ. കുറുക്കണ്ടെന്നാണ്. അതാണ് ഭയങ്കര കുറുക്കനാണ്. പിന്നെ നമ്മുടെ നെവിൻ. നെവിൻ എന്താ പറയുക, നെവിനൊരു ചിലപ്പോൾ തോന്നും കൊച്ചുകുട്ടിയാണെന്ന്. കൊച്ചുകുട്ടിയെ പോലെ ആ മുടിയെല്ലാം ഇങ്ങനെ വെച്ച് പല പല ഷേപ്പൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറെ തുള്ളലും നടപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊരു കൊച്ചുകുട്ടിയായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതിന് പ്രായവും അധികമൊന്നും ഇല്ല. അങ്ങനെ ഒരു കുട്ടിയാണ്. പിന്നെ പിന്നെ കയ്യിലിരിപ്പ് അത്ര ശരിയൊന്നും അല്ല. പിന്നെ ആ ഇത് ക്യാപ്റ്റൻസി ടാസ്കിലൊക്കെ ഭയങ്കര ബോറായിരുന്നു. ഉം. അവർ 3 പേരും കൂടെ അതിനകത്ത് കിടന്ന്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഷാനവാസിനിട്ട് ഇങ്ങനെ ആ പാൽ കവർ വെച്ച് ഇങ്ങനെ എറിയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ശരിക്കും ഞാൻ പേടിച്ചു പോയി. പാല് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത പാലാണത്. അതിനകത്ത് ചെറിയ ചെറിയ തരികൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാവും ഐസിന്റെ. അപ്പൊ അത് വെച്ച് ഇങ്ങനെ എറിയുമ്പം നെഞ്ചിനാണ് കൊണ്ടത്. എന്നിട്ട് ആ വേദന കൊണ്ട് നമ്മുടെ ഷാനവാസ് ഇങ്ങനെ ഇരിക്കുകയാണ്. തറയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ആര്യൻ ഈ പിന്നെ നെവിൻ ഇവർ രണ്ടുപേരും കൂടെ പറയുകയാണ് അഭിനയം അഭിനയം അഭിനയം, വേണ്ട വേണ്ട അധികം അഭിനയിക്കണ്ട എന്നും പറഞ്ഞ് ഭയങ്കര ചിരി. ആര്യന്റെ ചിരി ഇപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുകയാണ്. എന്ത് വളരെ ബോറാണെന്നറിയാമോ ആ ചിരി. ഒരാൾ വേദനിച്ച് അവിടെ ഇരിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഷാനവാസിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു, ഡോക്ടറുടെ അടുത്ത് പോകണു. ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും എന്താ പറയുക, നെവിനൊരു കുറ്റബോധം തോന്നി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്നപ്പോൾ
ലാലേട്ടൻ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ അതിനു മുമ്പ് ലാലേട്ടൻ എന്തായിരുന്നു, ആര്യൻ ഇങ്ങനെ എന്തെങ്കിലും തെറ്റി അവിടെ പല അനുമോളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുമായിരുന്നു ആര്യനും നെവിനും. ആര്യൻ ഇങ്ങനെ പറഞ്ഞാലും പിറ്റത്തെ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ ആര്യനോട് എണീറ്റ് നിൽക്ക്, അതങ്ങനെ ചെയ്തില്ലേ, ഇതിങ്ങനെ ചെയ്തില്ലേ, പിന്നെ വരുമ്പോ ഓ നീ ഒന്ന് സുന്ദരനായിട്ടുണ്ടല്ലോടാ, ആ ശരി ഇരിക്കുക, അവിടെ ഇരുത്തി. അതുപോലെ തന്നെ നെവിനോടും, നെവിൻ മോനെ എണീറ്റേ, ഇങ്ങനെ പറഞ്ഞിട്ട് നെവിനും ഒരു വാണിംഗ് പോലും കൊടുക്കാതെ ലാസ്റ്റ് ഇല്ല ലാലേട്ടാ, ഇല്ല ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞ് നെവിൻ കുറച്ച് ആക്ഷനൊക്കെ ഇങ്ങനെ കാണിച്ചു വന്നപ്പോൾ ലാലേട്ടനും മയങ്ങിപ്പോയി. അങ്ങനെ ലാലേട്ടൻ പറയും, ആ നെവിൻ ഇരിക്കേ, അത്ര കൊണ്ട് തീർന്നു. എന്നാ അപ്പൊ മമ്മിക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ഈ കൂട്ടത്തില്? സ്നേഹം എനിക്കിപ്പോ ഇപ്പൊ പറയുകയാണെങ്കിൽ ആ സ്നേഹം. അനുമോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി. ഉം, പിന്നെ ഇപ്പം പോകെ പോകെ അനീഷ് പറയണത് പോലെ എനിക്ക് അനീഷിനോടും എനിക്കിഷ്ടമുണ്ട്. ഉം, പിന്നെ ഉം, രുദ്രൻ, ഷാനവാസിനെ എനിക്ക് മറക്കാൻ പറ്റില്ല, ഉം. അതൊക്കെ. പിന്നെ എന്താണ് അതിനകത്ത് ഓരോരുത്തർ പറയുന്നു, എന്താണ് നമ്മുടെ ആ, ആ, ആരാണ് അനുമോളോട് അനീഷ്. ഉം. അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അത് എനിക്ക് മ- പറയാഞ്ഞിട്ട് എനിക്ക് മമ്മി ഇങ്ങനെ കേറി കേറി പോവാണ്. ഞാനിപ്പം ഓക്കെ ഓക്കെ ഞാൻ ഓക്കെ എപ്പം ഓക്കെ. ബിഗ് ബോസ് വെച്ചാലും അനുമോൾ എപ്പോഴും കരയുന്ന കേട്ടോ ഞാൻ കാണുന്ന കേട്ടോ. ഇല്ല ഇല്ല, എപ്പോഴും. ആ കുട്ടിയുടെ മനസ്സ് ഇന്നസെന്റ് ആണ്. അങ്ങനെ ഒരാൾക്ക് മാത്രമേ കരച്ചിൽ വരുള്ളൂ, ആ അതറിയില്ലേ? അതായിരിക്കും. ആ, ഓക്കെ ഒരു ക്രൂവൽ മൈൻഡ് ഉള്ളവർക്ക് ഓക്കെ കരയാൻ പറ്റില്ല. ഓക്കെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യന്, ചോദിക്കേ. അനീഷ് ടിയേനെ ഒരു ഉയർന്ന സാധാരണക്കാരൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അയാളോ? ഉം, അയാളൊരു എല്ലാ അറിവിന്റെ ഒരു കേന്ദ്രമാണ് അയാള്. ഉം, എന്ത് ചോദിച്ചാലും കറക്റ്റ് ആൻസർ അയാൾക്കറിയാം. ബുദ്ധിയുടെ കാര്യത്തിലും ഉം, എല്ലാം നല്ല നോളജ് ഉള്ള ഒരു ഉം. വ്യക്തിയാണ് അപ്പൊ അനീഷ്. ആസ് എ കണ്ടസ്റ്റന്റ് അപ്പൊ അനീഷ് നല്ല അടിപൊളിയായിട്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ നല്ല ഇതായിട്ട് ആൻസർ പറയുന്നുണ്ട്. ഉം, പിന്നെ പിന്നെ മത്സരത്തിലാണെങ്കിലും അനീഷ് മുൻപിൽ തന്നെയാണ്. ഉം, അതിലൊന്നും ആശാൻ പുറകോട്ടൊന്നും ഇല്ല. ഉം, പിന്നെയുള്ളൊരു ഗുണം, ആരെയും പോയി അങ്ങോട്ട് ഉപദ്രവിക്കത്തില്ല. ഉം, അതൊരു വലിയ ഗുണം തന്നെയാണ്. ഓക്കെ. ആരെയും ശല്യം ചെയ്യത്തില്ല. ഉം, സ്വയം സ്വയം കളിക്കുന്നു. ഓക്കെ ഓക്കെ. കൂട്ടുപിടിച്ചിട്ടുള്ള കളിയൊന്നും ഉം, അനീഷിനില്ല. ഉം, ഓക്കെ. ഉം, അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യന്, ഉം. അക്ബർ ഖാനെ കുറിച്ചൊന്ന് ഇപ്പൊ അക്ബർ പറഞ്ഞു. ഖാനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഉം, അക്ബർ ഖാൻ നല്ലൊരു പാട്ടുകാരനാണ്. ഉം, ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നൊരു ഹിന്ദി പാട്ടും ഒക്കെ പാടി അടിപൊളിയാണ്. എനിക്ക് ആ പാട്ടിലൊക്കെ എനിക്ക് അയാളെ ഇഷ്ടമാണ്. പാടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഉം, അടിപൊളിയാണ്. പക്ഷെ എന്തോ ഒരു കുശുമ്പ്, ഉം, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു അസൂയ, ഉം. അങ്ങനെ എന്തോ ഒരു സ്വഭാവം അക്ബറിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഓക്കെ. ആ, അപ്പൊ അക്ബറിന് ചാൻസ് ഉണ്ടോ? ചാൻസ് ഒന്നുമില്ല. ചാൻസ് ഒന്നുമില്ല. ആ, ഓക്കെ പിടിക്കത്തില്ല എന്തായാലും, അത് ഉറപ്പല്ലേ. ഓക്കെ. ആ, അപ്പൊ അടുത്തത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷാനവാസ് ഷാനുവിനെ കുറിച്ചാണ്. ആ, ഷാനവാസ് ഷാനുവിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാന് പുള്ളി ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ഞാനൊരു ഹോട്ടലിൽ വെച്ചിട്ട് കാണുകയും ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പുള്ളിയുടെ കൂടെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേ ചിന്താഗതിയുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞങ്ങൾ കുറേ അങ്ങ് സംസാരിച്ചു. അവസാനം ഞങ്ങൾ ഫോൺ നമ്പർ കൈമാറി. ഞങ്ങൾ ഇപ്പം ഫ്രണ്ട്സ് ആണ്. ആം, സംസാരിക്കും. അങ്ങനെ വലിയ ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട്സ് ആണ്. വാട്സാപ്പിലൂടെയൊക്കെ കമന്റ്സ് ഒക്കെ ഇടും. ഓക്കെ. അപ്പം പുള്ളി ഒരു നല്ലൊരു വ്യക്തിയാണ്. ഞാൻ എനിക്ക് അങ്ങനെ അടുത്ത് അറിയാവുന്നത് കൊണ്ട് പറയുവാണ്. സോ എനിക്ക് പുള്ളിക്ക് കിട്ടണമെന്ന് ആണ് ശരിക്കും പറഞ്ഞ ആഗ്രഹം. ഓക്കെ. ഞാൻ അവസാനം ഒരു പോയിന്റ് ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ഷാനവാസിനെ കുറിച്ച് മമ്മിക്ക് എന്താണ് അഭിപ്രായം? ഷാനവാസ് നല്ലൊരു മനസ്സിന്റെ ഉടമസ്ഥനാണ്. ആരോടും പോയി അങ്ങനെ ഒരു എന്താ പറയാ, ഇപ്പൊ അതിനകത്ത് പറയുന്ന ഒരു ചേട്ടൻ സ്വഭാവമാണ് അതിനകത്ത്. എല്ലാരെയും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഉം, എല്ലാവരോടും അനുമോളുടെ അടുത്ത് പോയിട്ടാണെങ്കിലും പറയും, നീ അങ്ങനെ കാര്യം ചെയ്യരുത്, കരയരുത്, നല്ലതല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ചേട്ടന്റെ സ്വഭാവം, ചേട്ടച്ചാരെയാണ് എനിക്ക് ഉം, അനീഷിന്റെ എന്താ ഷാനവാസിൽ കാണുന്നത്. ഉം, ഷാനവാസ് എന്താ പറയാ, അങ്ങനെ അങ്ങ് ഓവറായിട്ട് ആരെയും ശല്യം ചെയ്യാറില്ല. ഉം, ഉം. ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് വിടത്തുമില്ല. ഓക്കെ. അത്രയുള്ള ഒരു സ്വഭാവമാണ് ഉം, നമ്മുടെ ഷാനവാസിന് കപ്പ് കിട്ടണം എന്നായിരുന്നു എനിക്ക് ആദ്യത്തെ ആഗ്രഹം. ഉം. പക്ഷെ പക്ഷെ കുറെയൊക്കെ അങ്ങ് ഉം. അല്ല പോയപ്പോഴത്തേക്ക് ഷാനവാസ് ആക്ച്വലി പുള്ളി ഒരു ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു ആ ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ പക്ഷെ സൈലന്റ് ആണ് പിന്നെ ആള്. കിടന്ന് അതിനകത്ത് ബഹളം വെക്കണൊക്കെ ഞാൻ കണ്ടു. ആ ഉള്ളപ്പോ പിന്നെ അപ്പൊ അത് പിന്നെ അവിടെ കളിക്കാനല്ലേ പോയിരിക്കുന്നേ. അപ്പൊ അപ്പൊ അങ്ങനെ ഇങ്ങനെ സൈലന്റ് അല്ലാണ്ട് ആയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല, സൈലന്റ് ആ ആയിട്ടിരിക്കാനൊന്നും പറ്റില്ല. ശരിയാണ്. അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഉം. അപ്പൊ
നിവിൻ കപ്രീസിയസ് നമ്മുടെ ബിഗ് ബോസിലെ ഒരു എന്റർടൈനർ ആണല്ലോ. ആണ് ആണല്ലോ. ആണ് ആണ് എല്ലാവർക്കും നമുക്ക് ആക്ഷൻ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും. ഉം. ഇങ്ങനെ അങ്ങനെ ഒരു ലാലേട്ടാ ഇങ്ങനെ വെച്ചിട്ട് ലാലേട്ടാ ആ മുടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും. ചിലപ്പോൾ നോക്കുമ്പോൾ കൊച്ചു പെൺപിള്ളേര് മുടി കെട്ടണ പോലെ ഇങ്ങനെ കെട്ടി വെക്കും. പിന്നെ ഇങ്ങോട്ട് പോയി മുടി ഇങ്ങനെ കെട്ടണ്ട. ഉം. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ചൈൽഡിഷ് സ്വഭാവമാണ് എനിക്ക് നെവിനിൽ കാണാൻ പറ്റുന്നത്. ഉം. പിന്നെ പിന്നെ അവസാനമായപ്പോഴാണ് ഒരു എന്താ പറയുക ഒരു കുറച്ച് ലാസ്റ്റ് ഒരാഴ്ചയൊക്കെ മുമ്പാണ് അനീഷിനെ അല്ലാത്ത എപ്പോഴും അനീഷ് വരുന്നു ഉം. ഈ നെവിനെ എനിക്ക് കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നിയ പല പല രംഗങ്ങളുണ്ട്. ഉം. എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അനുമോളെ എല്ലാവരും കൂടെ ഇട്ട് കുത്തുവാണ്. ഉം. നമ്മൾ പുറത്തു പോയതിന്റെ റീസൺ എന്താണ്? ആരും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടല്ലേ അവരൊക്കെ പുറത്തു പോയത്. അവിടുന്ന് കുറച്ച് പേരിങ്ങ് കേറി വന്നു. എന്റെ പൊന്നോ, ശൈത്യ കട്ടപ്പയോ എന്തോ ഒരു ഇരട്ടപ്പേരൊക്കെ ഉണ്ട് ശൈത്യക്ക്. അങ്ങനെ പിന്നെ ആരാണ്, പിന്നെ വേറെ ആരൊക്കെയോ കേറി വന്നു. പിന്നെ വിൻസിയോ അപ്പാനിയോ അങ്ങനെ കുറെ പേര് കേറി വന്നു. അനുമോളെ ഇട്ട് പൊരിക്കുകയായിരുന്നു അതിനകത്ത്. പാവം. ഉം. അപ്പോഴുള്ള ആ അനുമോളുടെ ഫേസ് കണ്ടാണ്ടല്ലോ ഒരമ്മമാരും സഹിക്കില്ല. അത്ര വിഷമിച്ച് ഉള്ളിലുള്ളതെല്ലാം ഇങ്ങനെ ആ മുഖത്ത് കാണുന്നുണ്ട്. എല്ലാം കൂടെ കൊത്തിപ്പറിക്കുകയാണ്. അത് കണ്ടാൽ മാത്രമേ അതിന്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കത്തുള്ളൂ. പിന്നെ അതിലെനിക്ക് അപ്പൊ ആ ടൈമില് ഈ ആ ആ ആ ടൈമില് നമ്മുടെ നെവിൻ ആ, അതിനുശേഷം വേറെ ഒരു പ്രശ്നം ഉണ്ടായി. ആ, അപ്പോഴാണ് നിവിൻ വന്ന് കൺസോൾ ചെയ്തു. ആണ് അനുമോളെ ചേർത്ത് പിടിച്ചിട്ട് അപ്പൊ അതോടെ ആ മമ്മിക്ക് നിവിനോട് ചെറിയൊരു സോഫ്റ്റ് ആ കോർണർ ഉണ്ടായി എന്നാണ് ഉണ്ടായി. എന്റെ അടുത്ത് നേരത്തെ ആ ഒന്ന് പറഞ്ഞത്. ആണ് എനിക്കപ്പോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ നമുക്കൊന്ന് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ യൂട്യൂബിൽ ഇട്ടുകൂടാ. ഇട്ടുകൂടാ. അപ്പൊ ഞാൻ എന്റെ ഒരു അസസ്മെന്റിൽ എനിക്ക് തോന്നുന്നു അനുമോളിനെ ഒന്ന് ചാക്കിട്ട് പിടിച്ചാൽ വേണമെങ്കിൽ ആ ഒന്ന് 1 2 3 വേണമെങ്കിൽ പോകാം. എവിടെ അല്ല, ചാക്ക് അതായത് സെന്റിമെന്റ്സ് കാണിച്ചല്ലോ അനുമോളോട്. ആ അനുമോളെ ആരും ദ്രോഹിക്കാണ്ടിരിക്കുവാണെങ്കിൽ ആ കുറെ പേരുടെ വോട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും അല്ലേ. പക്ഷെ വോട്ടിംഗ് ഇപ്പം ഇന്നത്തോടെ തീർന്നു. അവസാനിച്ചിരിക്കുക. ഇന്നലെ ഇനിയിപ്പം രാത്രി പറഞ്ഞിട്ട് കാര്യമില്ല. 12 മണിയോടെ തീർന്നു. ഇപ്പൊ ഉം. വോട്ടിങ്ങിന് വേണ്ടിയല്ലല്ലോ അപ്പൊ ചെയ്യുന്നത്. ഇനിയിപ്പോ എല്ലാം അവരുടെ ഈ സ്വഭാവം നമ്മളുടെ അടുത്ത് കാണിക്കുകയാണ്. ഓക്കെ. ആ, നെവിനോട് എനിക്കിഷ്ടമാണ്. ഫൈവില് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ പെൺപിള്ളേരാണ് എൻ്റെ അമ്മോ എല്ലാം കലക്കി മറിച്ചത്. പിന്നെ പോയി വന്നിട്ട് നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ, ലക്ഷ്മിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വന്ന് എല്ലാവരും ഈ അനുമോളെ കുറ്റപ്പെടുത്തുകയാണ്. പുറത്തു പോയവരെല്ലാം വന്നു നീ 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 എന്നും പറഞ്ഞിട്ടാണ് ആ പാവത്തിനെ ഇട്ട് കൊത്തുന്നത്. അപ്പൊ ആരോട് സങ്കടം പറയാനില്ല. അപ്പം ആദിലയും നൂറയും ഇവര് 3 പെൺപിള്ളേരെ അതിനകത്തുള്ളൂ. അപ്പൊ ഈ അനുമോൾ എന്ത് ചെയ്തു? ഈ ഇവരോട് പോയി സങ്കടങ്ങൾ പറയാ. ആരോട്? ആദിലയോടും നൂറയോടും. അപ്പൊ അവര് അടുക്കാനൊന്നും സമ്മതിക്കണില്ല. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അവര് പുറത്തുനിന്ന് വന്നവരുടെ കൂടെ നിന്ന് ഈ അകത്ത് ജീവിക്കുന്ന ഈ അനുമോളെ ഒരുമിച്ച് ജീവിക്കുന്നവരവിടെ ആ വീട്ടിലുള്ളവരെ അവരെ ഇട്ട് കുത്തുവാണ് ഇവരും കൂടെ ചേർന്നിട്ട്. അപ്പൊ ആ പെൺകുട്ടിക്ക് ആരാ തുണയായിട്ടുള്ളത്? അങ്ങനെ ഇപ്പൊ അവർക്കൊന്നും ഇല്ലാണ്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നു പോയി ആ കുട്ടിയെ ഓർത്തിട്ട്. എന്നിട്ട് അപ്പൊ നമ്മുടെ ലക്ഷ്മിയോട് പറയുമ്പോൾ ലക്ഷ്മി പറയാ നീ കളിക്കാനാ വന്നത്, നീ കരഞ്ഞോണ്ട് ഇവിടെ ഇരിക്കരുത്, അതൊക്കെ നീ അങ്ങ് മറന്നേക്ക് എന്ന് എന്ന് നമ്മുടെ ലക്ഷ്മി പറയാണ്. അപ്പൊ എനിക്ക് പുറത്തായതിൽ ആ വന്നിട്ടുള്ള ആ ലക്ഷ്മിയോട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്നേഹം തോന്നി. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കാൻ ആ ലക്ഷ്മിക്ക് പറ്റി. അകത്ത് നേരത്തെ എന്തൊക്കെ പറയോ കളിക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പുറത്തു പോയവര് അകത്തുള്ളവരെ സപ്പോർട്ട് ചെയ്യാനല്ലേ വരുന്നത്, അല്ലാണ്ട് അവിടെ ഉള്ളവരെ കുത്താൻ വരുമല്ലോ. ആ അതാണ് ലക്ഷ്മിയുടെ സ്വഭാവം. മനസ്സിലായ? മനസ്സിലായ? അത് ഞാൻ ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. മമ്മി കപ്പ് ആരടിക്കും? കപ്പ് അനുമോളാണ് അടിക്കുക. അമ്പോ. ഏ അല്ലെങ്കിൽ അനീഷ്. ഇവര് രണ്ടിൽ ആരെങ്കിലും ആയിരിക്കും. ഫിനാലിൽ അപ്പൊ ഇവർ രണ്ടുപേരും ആയിരിക്കും. ഫിനാലിൽ ഇവർ രണ്ടുപേരും ആയിരിക്കും. അനീഷ് ഓർ ഓഹോ, അപ്പൊ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ അനീഷ് അല്ലേ? അനീഷ് എന്നുവെച്ചാൽ അത് വേറെ കാര്യം. അതിനിടയ്ക്ക് ചെറിയൊരു പ്രശ്നം കൂടെ പറയട്ടെ. അയാൾ ഇങ്ങനെ കൂളായിട്ട് നടക്കും, എല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയും. ലാസ്റ്റ് ആയപ്പോൾ അയാൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്താ നമ്മുടെ ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നു, എടാന്നൊക്കെ പറഞ്ഞ് ചായ കൊടുക്കുന്നു. ആ തമാശയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സ്നേഹം ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ തോന്നാറുണ്ട്. അതിനിടയ്ക്ക് അനീഷിന് ഒരു ചെറിയ മോഹം മുട്ടിട്ടു. എന്താണ്?
നമ്മുടെ അനുമോളോട് ഒരു പ്രേമം. ഉം. അപ്പൊ അനുമോളോട് അത് ഉള്ളി വെക്കാതെ അയാൾ തുറന്നു പറഞ്ഞു. അതിലൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. ഒരാളോട് ഇഷ്ടമുള്ളത് തുറന്നു പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ കേൾക്കുന്നയാൾ സ്വീകരിക്കും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ അനുമോളോട് ഇങ്ങനെ പറഞ്ഞപ്പം അനുമോൾ എന്തോ പെട്ടെന്ന് സ്റ്റണ്ടായി പോയി. ഇങ്ങനെയൊന്നും പുള്ളിക്കാരി വിചാരിക്കണില്ല. അനീഷ ഏട്ട എന്നുള്ള രീതിയിലാണ് പോണത്. പിന്നെ അതിനകത്ത് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ച്, കാലുകൊണ്ട് കാണിച്ച്, കൈകൊണ്ട് കാണിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അകത്ത് ജീവിക്കുകയല്ലേ. അപ്പൊ ഇടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയിരുന്നോ ഇങ്ങനെയൊക്കെ വന്നു നിൽക്കും. അപ്പൊ ഓഹോ. അപ്പോഴത്തേക്ക് അനുമോള് പറഞ്ഞു, ചേട്ടാ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ് കരുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് കേട്ടപ്പം ആഹാ, ചേട്ടനെ പോലെയെന്ന് പറഞ്ഞു അല്ലേ? ചേട്ടനെ പോലെയാണെന്ന് പറഞ്ഞു. അല്ലാണ്ട് അപ്പൊ പിന്നെ തീർന്നു. ആ ആ കുട്ടി മനസ്സ് തുറന്ന് സംസാരിച്ചു. ഉം. ആ അപ്പൊ ഒരുമിച്ച് അവിടെ താമസിക്കുകയാണ്. അപ്പൊ ഒരു കെയറിങ് കിട്ടുമ്പോ അങ്ങനെ ഒരു ഇതിലേ ആ കുട്ടി വിചാരിക്കത്തുള്ളൂ. ഉം. അപ്പൊ അനീഷ് അവിടുന്ന് സീറ്റിൽ നിന്ന് എണീറ്റ് പോയി. മിണ്ടാണ്ടായപ്പോ നമ്മുടെ അനുമോൾക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ അനീഷേട്ടൻ എന്നോട് മിണ്ടണില്ലല്ലോ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ആ കുട്ടി. അപ്പൊ കുറെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷേട്ടാന്ന് പറഞ്ഞവള് വന്നു. ഉം. അപ്പൊ അനീഷ് പറഞ്ഞു, അനുമോളെ ആ ടോപ്പിക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ അതേക്കുറിച്ച് പറയണ്ട. അതാണ് ഒരു ജെന്റിൽമാന്റെ സ്വഭാവം. ഉം. അതാണ് അനീഷ്. ഓക്കെ. ഉം. അപ്പോ ഇവർ രണ്ടുപേരുമാണ് ഉം. ചാൻസ് കൂടുതലുള്ളത്. കൂടുതലുള്ളത്. ഓക്കെ. എന്റെ സിസ്റ്ററും ഈ ബിഗ് ബോസിന്റെ സീസൺ 7 ഒരു ബിഗ് ഫാനാണ്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഒരു സംഭവം പറയാൻ പോവാണ്. മമ്മി ഇത്രയും നാള് കഴിഞ്ഞ ആഴ്ച തൊട്ട് ആർക്കാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്? ശരിക്കും പറഞ്ഞാല് ഉം. ഞാൻ ഇപ്രാവശ്യം ആർക്കും തന്നെ വോട്ട് ചെയ്തില്ല. കാണും ആ. എന്നും ഉണ്ടായിരുന്നുള്ളൂ. ആ. പക്ഷേ ഒരു മാസത്തോളമായിട്ട് ഉം. ഞാന് നമ്മുടെ അനുമോക്കാണ് വോട്ട് ചെയ്തത്. ഉം. ഉം. എന്ന് വെച്ചാൽ അതിനെ എനിക്ക് ഉം. അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ ഷാനവാസിന് കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഉം. പക്ഷെ അനുമോള് അതിനെ ഇട്ട് ചെയ്യുന്ന ക്രൂരത കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഓർത്തു കണ്ടപ്പോ മമ്മി അനുമോക്കാണ് ഞാൻ വോട്ട് ആ ചെയ്തത്. ഇനിയിപ്പോ ഞാൻ വേറെ കാര്യം പറയട്ടെ. എന്റെ സിസ്റ്റർ ഇതിന്റെ ബിഗ് ഫാൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു സീക്രട്ട് ഞാൻ പൊളിക്കുകയാണ്. കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ച ആയോന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിഷ്ടം ഷാനവാസിനെയാണ്. പക്ഷേ എന്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ് നിവിന് വോട്ട് ചെയ്യാൻ. ആ, അപ്പൊ ഞാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് നിവിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരി. ഇനിയിപ്പോ ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ ടോപ്പ് 5 ആ, ഉണ്ടാവുക. ആ, ആ. ആയിരിക്കും കേട്ടോ. ഉം. ഓക്കെ. നിവിനെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞ് നിവിൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട. എനിക്ക് ആ കുട്ടിത്തം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ലാലേട്ട ലാലേട്ട എന്നുള്ള വിളിയും അവിടെ പോയി ഇങ്ങനെ വർത്താനം പറയുന്നതും ഇന്നലെ ആ തത്തമ്മ എന്താ കാലൊടിഞ്ഞ തത്തമ്മയാണ് എടുത്തിട്ട് ലാലേട്ട ബിഗ് ബോസേ ഞാനിത് എടുത്തോട്ടെ. ആ ചോദ്യമൊക്കെ ഒരു കൊച്ചു കുട്ടിയുടെ ആ ഇന്നസെന്റ് ആയ ചോദ്യമാണ് എനിക്ക് എന്റെ മനസ്സിൽ വന്നത്. അങ്ങനെ ഒരു ശുദ്ധ ഹൃദയനാണ് നിവിന്. ഓക്കെ. അപ്പോ ആരാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആരാണോ അവർക്ക് തന്നെ കിട്ടട്ടെ പ്രൈസ്. ഓക്കെ. പിന്നെ അതിലുപരി നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ. ഞങ്ങൾക്ക് ഭയങ്കര ഫാനാണ് ലാലേട്ടന്റെ. ഇപ്പൊ ലാലേട്ടൻ ഉണ്ടെങ്കിലേ ബിഗ് ബോസ് ഒക്കെ നീങ്ങുള്ളൂ കേട്ടോ. നീങ്ങത്തുള്ളൂ. അത് കറക്റ്റാണ്. വേറെ ആര് വന്നാലും വേറെ ആര് വന്നാലും ബിഗ് ബോസ് പോവില്ല. ഇതേപോലെ ഒന്നും ആ, ശ്രദ്ധിക്കപ്പെടില്ല. അതെ അതെ. ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നില്ല ലാലേട്ടന് വേറെ പണിയുണ്ടോന്നൊക്കെ ഇതിനൊക്കെ പോവാൻ. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. ലാലേട്ടൻ വന്നാലും എന്താ നമുക്ക് കാണാലോ, ടിവിയിലും കാണാലോ. ഈസ് അവൈലബിൾ ഇൻ ടി വി ഓൾസോ. അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണണം അല്ലേ? ലാലേട്ടനെ വന്നോട്ടെ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് ലാലേട്ടനെ കാണാൻ. ആണാണ്. ഏഹ് അതെ അതെ അതെ. അപ്പോ ലാലേട്ടൻ ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഇല്ല. എന്ത് ബിഗ് ബോസ് പിന്നെ മലയാളത്തിലെ ഞങ്ങൾ കാണത്തേ ഇല്ല. അതെ. ലാലേട്ടനിലേക്ക് ബിഗ് ബോസ് ലാലേട്ടൻ ഇനിയും വരണം. വാ വാ ലാലേട്ടൻ, നമുക്ക് കാണണം ലാലേട്ടനെ. ബിഗ് ബോസ് സീസൺ 8ലും ലാലേട്ടൻ തന്നെ വരണമെന്നാണ് ഇനിയുള്ള എല്ലാ സീസൺ ഞങ്ങളുടെ ആഗ്രഹം. ലാലേട്ടൻ തന്നെ വരണം. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി റിസൾട്ട്സ് അതെന്തായാലും നമുക്ക് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ദ ബെസ്റ്റ് ആർക്കാണോ കിട്ടേണ്ടത്, അർഹിക്കുന്ന ആർക്കാണോ അവർക്ക് തന്നെ കിട്ടട്ടെ കിട്ടട്ടെ. അല്ലേ? അപ്പോ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പൊ ഒരു എന്താ പറയാ, നമ്മുടെ ഉള്ളിലുള്ള സംഭവങ്ങൾ മമ്മിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഞാനൊരു വേദി ഉണ്ടാക്കി കൊടുത്തു. ആണ്. ഓക്കെ. ഇതെല്ലാം എന്റെ മനസ്സിലിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തൊരാശ്വാസം. മമ്മിക്ക് എന്തൊരാശ്വാസം. മമ്മി ഇങ്ങനെ ഇങ്ങനെ പറയണം എന്നിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോഴേ പറഞ്ഞ എന്നാ ഞാൻ കാറില് കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് മമ്മി കുറച്ച് പറഞ്ഞു നിർത്ത്. എന്നാ മമ്മിക്ക് കുറെ പറയാനുണ്ടെന്ന് മനസ്സിലായി. എന്നപ്പോ നമുക്കൊന്ന് ഇതിലൂടെ പറയാന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് പറയുവാനുണ്ടെങ്കിൽ കമന്റ്സിൽ ഇടാം. ഓക്കെ. സോ വി ആർ സൈനിങ് ഓഫ്.
ഓക്കെ, താങ്ക് യു.